ഒന്നാലോചിച്ചു നോക്കൂ, ഒരു കാലത്ത് ആഫ്രിക്കൻ പുൽമേടുകളിൽ കഴിഞ്ഞിരുന്ന ദുർബലരായ ഒരു ജീവിവർഗം ഇന്ന് ഈ ഗ്രഹത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. അതെ, ഇത് നമ്മുടെയെല്ലാം കഥയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശരിക്കും അവിശ്വസനീയമായ ആ വളർച്ചയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രണ്ട് ചോദ്യങ്ങളിലാണല്ലേ നമ്മുടെയെല്ലാം കഥയുടെ ഒരു കാതൽ കിടക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെ ഇവിടെ എത്തി? പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ അപാരമായ ശക്തി കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? ശരി, ഈ ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് നമ്മുടെ യാത്രയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. അപ്പോ നമ്മുടെ കഥയുടെ ആദ്യത്തെ ചാപ്റ്റർ നമ്മളെ കൊണ്ടുപോകുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ടാണ്. നമ്മുടെ പൂർവികർ ആദ്യമായി രണ്ട് കാലിൽ നിവർന്നു നിന്ന ആ കാലഘട്ടത്തിലേക്ക്. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിക്കേ. ആർഡിയിൽ തുടങ്ങി ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസായ നമ്മളിലേക്കുള്ള ആ യാത്രയുടെ ദൈർഘ്യം കണ്ടോ? നമ്മുടെ ചരിത്രത്തിന്റെ സിംഹഭാഗവും ഈ ഒരു ആദ്യഘട്ടത്തിലായിരുന്നു എന്ന് പറയാം. ഓരോ ചുവടും അതിജീവനത്തിനായുള്ള ഓരോ വലിയ വിജയങ്ങളായിരുന്നു. നമ്മുടെ പൂർവികരുടെ ആ നിരയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടത് ഹോമോ ഹാബിലിസ് ആയിരുന്നു. കഴിവുള്ള മനുഷ്യൻ എന്നറിയപ്പെട്ട ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ, ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അവരുടെ കൈകളായിരുന്നു അത്. ഇത് വെറുതെ കല്ലെടുത്തെറിയുന്ന പോലെയല്ല കേട്ടോ. ഇവിടെയാണ് ശരിക്കും ടെക്നോളജി ജനിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റിയെഴുതാൻ മനുഷ്യൻ പഠിച്ചു തുടങ്ങിയത് ഇവിടെ നിന്നാണ്. കയ്യിലൊരു ആയുധം കിട്ടിയപ്പോ പിന്നെ ധൈര്യമായി, അല്ലേ? അതോടെ നമ്മുടെ പൂർവികർ കൂടുതൽ ധൈര്യശാലികളായി. പരിണാമത്തിലെ അടുത്ത വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് നമ്മളെ നയിച്ചത് ഹോമോ ഇറക്ടസ് ആണ്. തീയുടെ നിയന്ത്രണം, പിന്നെ ആഫ്രിക്കയ്ക്ക് പുറത്തേക്കുള്ള കുടിയേറ്റം. ഈ രണ്ട് കാര്യങ്ങളാണ് ഹോമോ ഇറക്ടസിനൊരു നിർണായക കണ്ണിയാക്കിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകചരിത്രത്തിലെ ആദ്യത്തെ ഗ്ലോബലൈസേഷന് തുടക്കമിട്ടത് അവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ വെച്ചാണ് നമ്മുടെ കഥയുടെ ഗതി മാറുന്നത്? ഇതുവരെ പറഞ്ഞ ബയോളജിക്കൽ കാര്യങ്ങളിൽ നിന്നും മാറി കഥ സാമൂഹിക തലത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യന്റെ അടുത്ത വലിയ കുതിച്ചുചാട്ടം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് നമ്മുടെ ശക്തി മസിലിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി. ഒറ്റയ്ക്ക് വേട്ടയാടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഫലപ്രദമാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിലെ ഓരോ കാര്യവും അടുത്തതിലേക്ക് നയിക്കുകയായിരുന്നു. ഭാഷ വന്നപ്പോൾ അറിവുകൾ കൈമാറാൻ പറ്റി. കൃഷി തുടങ്ങിയപ്പോൾ സ്ഥിരമായ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് തൊഴിൽ വിഭജനവും സങ്കീർണമായ സംസ്കാരങ്ങളുമൊക്കെ ഉണ്ടാവുന്നത്. ഈ 4 തൂണുകളിലാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ശരി, ഇനി കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പീഡിലാവും. മനുഷ്യന്റെ പുരോഗതിക്ക് ശരിക്കും ആക്കം കൂട്ടിയ ചില ഗെയിം ചേഞ്ചിങ് കണ്ടുപിടുത്തങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോയി വരാം. അറിവിന്റെ ലോകത്തെ മൊത്തത്തിലെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു അത്. ഗുട്ടൻബർഗിന്റെ ഈ കണ്ടുപിടുത്തം മനുഷ്യന്റെ ചിന്തയിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ഇത് വെറും പുസ്തകങ്ങളുടെ കാര്യമല്ല. അറിവ് കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഒതുങ്ങിനിന്ന് ഒരു കാലം ഓർത്തു നോക്കൂ. അച്ചടിയന്ത്രം അതെല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. അതോടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സാധാരണക്കാർക്കും ധൈര്യമായി. ഇനിയാണ് ശരിക്കുമുള്ള ഒരു വ്യാവസായിക വിപ്ലവത്തിന് തിരികൊളുത്തിയ ആ കണ്ടുപിടുത്തം. മനുഷ്യചരിത്രത്തിന്റെ ഒരു പുതിയ യുഗത്തിന് ശക്തി പകർന്ന എഞ്ചിനായിരുന്നു ഇത്. ഇവിടെയാണ് നമ്മുടെ ജീവിതരീതി മൊത്തത്തിൽ മാറിമറിയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഗ്രാമങ്ങളിൽ ജീവിച്ച മനുഷ്യൻ ആദ്യമായി നഗരങ്ങളിലേക്ക് കൂട്ടത്തോടെ ചേക്കേറാൻ തുടങ്ങി. നമ്മുടെ ലോകം ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് മാറാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മുഴുവൻ വിജയത്തിന്റെ കഥകളാണ്, അല്ലേ? പക്ഷേ ഏതൊരു കഥയ്ക്കും ഒരു മറുവശമുണ്ടാകുമല്ലോ. നമ്മുടെ ഈ വിജയത്തിന് നമ്മൾ കൊടുത്ത വിലയെന്താണ്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതൊരു കണക്ക് പുസ്തകം പോലെയാണ്. നമ്മുടെ നേട്ടങ്ങളും അതിന് നമ്മൾ കൊടുത്ത വിലയും. നോക്കൂ, ആയുസ് കൂടി, പക്ഷേ സമാധാനം കുറഞ്ഞു. ലോകം നമ്മുടെ വിരൽത്തുമ്പിലെത്തി, പക്ഷേ അയൽപ്പക്കങ്ങൾ അകന്നു. പ്രകൃതിയെ നമ്മൾ കീഴടക്കി, പക്ഷേ അതിന്റെ സന്തുലിതാവസ്ഥയെ നമ്മൾ തന്നെ തകർത്തു. 1000 മടങ്ങ്. വെറുമൊരു സംഖ്യ അല്ലേ? പക്ഷേ ഈ സംഖ്യയ്ക്ക് പിന്നിൽ ഞെട്ടിക്കുന്ന ഒരു സത്യമുണ്ട്. അതെ, ഇതാണ് ആ സംഖ്യയ്ക്ക് പിന്നിലെ ഭീകരമായ യാഥാർത്ഥ്യം. നമ്മൾ കാരണം. നമ്മൾ ഈ ഭൂമിയുടെ അധിപന്മാരായതിനു ശേഷം മറ്റു ജീവിവർഗങ്ങൾ ഇല്ലാതാവുന്നതിന്റെ വേഗത 1000 മടങ്ങായി വർദ്ധിച്ചു. അപ്പോ ഇനി എങ്ങോട്ട്? നമ്മുടെ കഥയുടെ അടുത്ത അധ്യായം എന്തായിരിക്കും? ഇന്നത്തെ ഈ നിമിഷം ഒരു നിർണായകമായ വഴിത്തിരിവാണ്. മുന്നോട്ടുള്ള വഴി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. ഇതൊന്നും എളുപ്പമുള്ള വഴികളല്ല. പക്ഷേ നമ്മുടെ മുന്നിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇവയാണ്. സുസ്ഥിരമായ വികസനമാണോ വേണ്ടത്? അതോ വിനാശകരമായ വളർച്ചയോ? സഹകരണമാണോ അതോ സംഘർഷമാണോ?
നമ്മുടെ പൂർവികർ അവരുടെ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചു. ഇനി നമ്മുടെ ഊഴമാണ്. അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈയൊരു ചോദ്യത്തിനു മുന്നിലാണ്. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട സമയമായി. കാരണം ഈ ചോദ്യത്തിനുള്ള നമ്മുടെ കൂട്ടായ ഉത്തരമായിരിക്കും നമ്മുടെ ഭാവിയെ നിർണയിക്കാൻ പോകുന്നത്.